സുരേഷ് ഗോപിയുടെ വിജയത്തെ തുടർന്ന് ക്രൈസ്തവ സമുദായത്തിന് നേരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്കെതിരെ തൃശൂർ അതിരൂപത രംഗത്ത്. ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമെന്നും അവയെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും അതിരൂപത വ്യക്തമാക്കി. അനർഹമായ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അതിരൂപത നേതൃത്വം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചുവെന്ന ആരോപണം വേദനാജനകമാണെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂർ അതിരൂപത രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകൾ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെയോ മുന്നണിയെയോ പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്യാറില്ല എന്നത് സുവ്യക്തമാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ എല്ലാ കാലത്തും ജനാധിപത്യവും മതേതരത്വവും മതനിരപേക്ഷതയും ന്യൂനപക്ഷ അവകാശങ്ങളും മതസാഹോദര്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളാണ് എല്ലാ കാലത്തും തൃശൂർ അതിരൂപതയിൽ സ്വീകരിച്ചിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെയും വിലമതിക്കുന്നവരും ദൈവവിശ്വാസവും ന്യൂനപക്ഷ അവകാശങ്ങളും മാനിക്കുന്നവരുമായ രാഷ്ട്രീയ കക്ഷികളെയും നേതാക്കളെയും അംഗീകരിക്കണമെന്നത് അതിരൂപത എക്കാലത്തും സ്വീകരിച്ചു വന്നിട്ടുള്ള ശക്തമായ നിലപാടാണ്. ഇക്കാര്യങ്ങൾ ഫെബ്രുവരി 25-ന് തൃശ്ശൂരിൽ സംഘടിപ്പിച്ച സമുദായ ജാഗ്രതാ സമ്മേളനത്തിൽ അതിരൂപത നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അനാവശ്യ ആരോപണങ്ങളിലൂടെ സഭയെ ഇകഴ്ത്തിക്കാണിക്കുവാൻ ശ്രമിക്കുന്നവർ അതിരൂപതയുടെ ഭാഗമായ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് മേൽക്കൈ ഉണ്ടായത് മനഃപൂർവ്വം വിസ്മരിക്കുകയാണ്. സ്വന്തം വീഴ്ചകൾ മറച്ചുവെച്ചും പോരായ്മകൾ സ്വയം അംഗീകരിക്കാതെയും തോൽവിയുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരിൽ കെട്ടിവെക്കാനുള്ള രാഷ്ട്രീയ കൗശലത്തിൻ്റെ ഭാഗമാണ് നിലവിലെ വിവാദങ്ങൾ. തൃശ്ശൂരിലെ ക്രൈസ്തവ സമുദായത്തെയും അതിരൂപത നേതൃത്വത്തെയും അനാവശ്യ ആരോപണങ്ങളിലൂടെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് വെറും വ്യാമോഹം മാത്രമായിരിക്കുമെന്നും നേതൃത്വം ഓർമ്മപ്പെടുത്തി. പത്രസമ്മേളനത്തിൽ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, മുൻ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി ഡേവിസ്, അതിരൂപത പബ്ലിക് റിലേഷൻ പ്രസിഡന്റ് ജോർജ് ചിറമൽ എന്നിവർ പങ്കെടുത്തു.